മലപ്പുറത്ത് പര്യടനം തുടരും. കോൺഗ്രസ് കേന്ദ്ര നേതാക്കളായ സൽമാൻ ഖുർഷിദ്, മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം യാത്രയ്ക്ക് അരീക്കോടും മലപ്പുറത്തും സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ. ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ഇന്ന്. സെൻട്രൽ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ബന്ദ്. ബന്ദ് കേരളത്തെ ബാധിക്കില്ല. ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട്. കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ 3ാം ചർച്ചയും പരാജയപ്പെട്ടു. താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ. എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. പാർട്ടി മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലെയും പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തയ്യാറാക്കിയേക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് കുമ്മനം രാജശേഖരൻ. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയും തലസ്ഥാന മണ്ഡലത്തിൽ വരില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനസമ്മതിയുള്ള നേതാവായിരിക്കും രംഗത്തിറങ്ങുകയെന്നും കുമ്മനം രാജശേഖരൻ. വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയ്ക്കായുള്ള തെരച്ചിൽ വിഫലമായി തുടരുന്നു. ബേലൂർ മഗ്ന ദൌത്യത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ നിന്നുള്ള വനപാലക സംഘവും വയനാട്ടിലെത്തി. അതിനിടെ ദൌത്യത്തിനായി പ്രത്യേക അധികാരങ്ങളോടുകൂടിയ ഉദ്യോഗസ്ഥരും CCF റാങ്കിലുള്ള ഓഫീസറെയും നിയമിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. SFIU അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക കോടതി ഇന്ന് വിധി പറയും. ഉച്ചയ്ക്ക് 2:30 വിധി പറയുക. SFIU അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു. അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞ നമസ്കാരം. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദം എന്നത് ഹോക്കിയാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും കാണുകയും ചെയ്യുന്നത് ക്രിക്കറ്റാണ്. അതേസമയം ഇന്ന് കേരളത്തിലേക്ക് എത്തിയാൽ ക്രിക്കറ്റും ഹോക്കിയും പോലെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഫുട്ബോൾ. അതുകൊണ്ട് തന്നെയാണ് ISL മത്സരങ്ങൾക്ക് വലിയ കാഴ്ചക്കാർ ഉള്ളതും. ISLലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ പ്രകടനം ആരാധകരെ നിരാശപ്പെടുത്തുന്നതാണ്. തോൽവികൾക്ക് പകരം വീട്ടാൻ ഇന്ന് വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. ചെന്നൈയിൻ FC യാണ് എതിരാളികൾ. മത്സരം ന്യൂസ് 18 കേരളത്തിൽ തത്സമയം കാണാം. വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കർഷകരുടെ ഭാരത് ഗ്രാമീൺ ബന്ദ്. പ്രധാന നഗരങ്ങളിൽ റോഡ് തടയും. കേരളത്തെ ബാധിക്കില്ല. രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും സമരം. ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധവും ഇന്ന്. ഗാസയിലെ നാസർ ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പരിശോധന. ഹമാസ് പ്രവർത്തകരെ പിടികൂടിയതായി സേന. രോഗികളെയും ജീവനക്കാരെയും ഒഴിപ്പിച്ചു. ബന്ദികൾ ഒളിച്ചിരിക്കുന്നതായും വിവരം. നിഷേധിച്ച ഹമാസ്. ആറാം ദിവസവും പിടിതരാതെ ആളെക്കൊല്ലി കാട്ടാന. 25-അംഗ കർണാടക സംഘം വയനാട്ടിൽ. മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്കറിയയും ഭാഗമാകും. പുൽപ്പള്ളിയിൽ കണ്ട കടുവയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാക്കി നാട്ടുകാർ. വീണ വിജയന് ഇന്ന് നിർണായകം. SFIU അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതി വിധി ഇന്ന്. SFIU ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കണമെന്ന് എക്സാലോജിക്കിനോട് കോടതി. വിധി പറയും വരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് SFIUക്കും നിർദ്ദേശം. മുതിർന്ന നേതാക്കളെയും കൂടുതൽ വനിതകളെയും സ്ഥാനാർത്ഥികളാക്കാൻ CPIM നീക്കം. പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തയ്യാറാക്കിയേക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കില്ലെന്ന് കുമ്മനം രാജശേഖരൻ. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ BJPക്കൊപ്പം. കേരളത്തിൽ അയോധ്യ വോട്ടാകുമെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ Q18. തോമസ് ഐസക്കിനെതിരായ ED സമൻസ് റദ്ദാക്കുന്നു.
മസാല ബോണ്ട് വിഷയം ഹൈക്കോടതി. ED എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. തൃപ്പൂണിത്തുറ പടക്കശേഖര സ്ഫോടനത്തിൽ ഇരകൾ കോടതിയിലേക്ക്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഹർജി നൽകും. വമ്പൻ തോൽവിയുടെ ക്ഷീണം മാറ്റാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ FC-യെ നേരിടും. മത്സരം ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. വാർത്താരംഭം ആദ്യം കടക്കുന്നത് ദേശീയ വാർത്തകളിലേക്കാണ്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഭാരത് ഗ്രാമീൺ ബന്ദ് ഇന്ന്. സംയുക്ത കിസാൻ മോർച്ച ഉൾപ്പെടെ വിവിധ തൊഴിലാളി സംഘടനകളാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പ്രധാന നഗരങ്ങളിൽ റോഡ് തടയലിന് ആഹ്വാനമുണ്ട്. പഞ്ചാബിലെ പ്രധാനപ്പെട്ട ദേശീയ പാതകളും മറ്റ് സംസ്ഥാന പാതകളും 4 മണിക്കൂർ അടച്ചിടും. ഹരിയാനയെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിൽ രാജ്ഭവന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും കർഷക പ്രതിഷേധങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ഡിസംബറിലാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത്. കർഷക പെൻഷൻ, OPS, കാർഷിക നിയമ ഭേദഗതി എന്നിവ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബന്ദ്. അതേസമയം ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് തന്നെ പോവുകയാണ്. കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ 3ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. അടുത്ത ദിവസം വീണ്ടും ചർച്ച നടത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, ഈ കാർഷിക വിഷയം വീണ്ടും ദേശീയ തലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. അതിനിടയിലാണല്ലോ ഇന്ന് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ ഇത് ബാധിക്കില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ബാധിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? അഭിലാഷ്, കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ഗ്രാമീൺ ബന്ദ് പുരോഗമിക്കുകയാണ്. 6 മണിക്ക് ബന്ദ് ആരംഭിച്ചു. വൈകിട്ട് 4 വരെ ബന്ദ് തുടരുമെന്നാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയാണ്, പ്രത്യേകിച്ച് വിവിധ ആവശ്യങ്ങൾ കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് താങ്ങുവിലയ്ക്ക് നിയമസംരക്ഷണം കൊണ്ടുവരിക, ഏർപ്പെടുത്തുക എന്നുള്ള ആവശ്യം. അപ്പോൾ അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും കർഷക സംഘടനകൾ ഭാരത് ഗ്രാമീൺ ബന്ദ് നടത്തുന്നത്. ഏതായാലും പഞ്ചാബിൽ ഈ ബന്ദ് പൂർണ്ണമാണ് എന്ന് പറയാം. ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ കാര്യമായി ബാധിച്ചിട്ടില്ല. പകരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഒപ്പം തന്നെ ദേശീയപാതകളടക്കം ഉപരോധിക്കാനുള്ള നീക്കം കർഷക സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ട്. ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിപ്പിക്കാനുള്ള നീക്കം കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഏതായാലും പഞ്ചാബിൽ തന്നെയായിരിക്കും ഏറ്റവും ശക്തമായി ഈ ബന്ദ് മാറുക. അവിടെ ഏതായാലും ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല എന്നാണ് ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, റെയിൽ ഗതാഗതം തടയുന്നതടക്കമുള്ള നടപടികളിലേക്കും കർഷകർ കടന്നേക്കും. ഇന്നലെ ഭാരത് കിസാൻ യൂണിയൻ നേതൃത്വത്തിൽ അവിടെ 4 മണിക്കൂറിലധികം നേരം റെയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. സമാനമായ സമര പരിപാടികളിലേക്ക് ഇന്നും കടക്കാൻ തന്നെയാണ് തീരുമാനം. കേരളത്തിലും ബന്ദില്ല, പകരം പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. പ്രത്യേകിച്ച് രാജ്ഭവന്റെ മുന്നിലേക്ക് മാർച്ച് നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ സമരസമിതി കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മറുവശത്ത് ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ നടത്തിയ 3ാം വട്ട ചർച്ചയും പരാജയമായിരുന്നു. ഏതാണ്ട് 5 മണിക്കൂറിലധികം നേരമാണ് കൃഷിമന്ത്രി അർജുൻ മുണ്ട, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പും ഉണ്ടായില്ല എന്നാണ് കർഷകർ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് താങ്ങുവിലയ്ക്ക് നിയമസംരക്ഷണം കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ മുന്നോട്ട് വെച്ചത് ഒരു സമിതി രൂപീകരിക്കാം, ആ സമിതിയിൽ കർഷക സംഘടനകളെ കൂടുതലായി ഉൾപ്പെടുത്താം, തുടർന്ന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്നൊരു നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. ഏതായാലും ഈ ചർച്ചയ്ക്ക് ശേഷം അർജുൻ മുണ്ട പ്രതികരിച്ചത് പോസിറ്റീവാണ്. ചർച്ചയുണ്ടായത് വീണ്ടും കർഷകരുമായി സമരം അവസാനിപ്പിക്കുന്ന അടക്കം അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനായി വീണ്ടും ചർച്ച നടത്തും. അങ്ങനെ ഞായറാഴ്ച 6 മണിക്ക് വൈകിട്ട് വീണ്ടും ചണ്ഡീഗഡിൽ ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കർഷകർ ഇപ്പോഴും ശംഭു അതിർത്തിയിൽ, ഹരിയാന പഞ്ചാബ് അതിർത്തിയായ ശംഭുവിൽ തന്നെ തുടരുകയാണ്. ഡൽഹിയിലേക്ക് കടക്കും, ഡൽഹിയിൽ പ്രവേശിക്കും സമരമായി എന്ന് തന്നെയാണ് ഇപ്പോൾ കർഷകർ വ്യക്തമാക്കുന്നത്. സമാനതകളില്ലാത്ത സമരമായിരുന്നു നേരത്തെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് കർഷകർ നടത്തിയത്.
അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും താങ്ങുവില ഉറപ്പാക്കുന്നതിന് നിയമം നടപ്പിലാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ പ്രതിഷേധമിരമ്പുന്നത്. അതേസമയം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹർത്താൽ ബന്ദ് എന്നൊക്കെ കേട്ടാൽ ഇന്ന് അവധിയാണോ എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. നിരവധി കോളുകളും ഒക്കെയാണ് ന്യൂസ് 18ലേക്ക് അടക്കം വന്നത്. എന്തായാലും കേരളത്തെ ഈ സമരം കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഇന്ന് രാജ്ഭവനും കേന്ദ്ര സർക്കാർ ഓഫീസുകളും ഉപരോധിക്കുക ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ വേദിയും കർഷക തൊഴിലാളി സംയുക്ത വേദിയും ചേർന്നാണ് രാജ്ഭവൻ ഉപരോധിക്കുന്നത്. ഉപരോധ സമരം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ 10-ന് മാനവീയം വീതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവില, കർഷക മോർച്ചയുടെ ഡൽഹി ചലോ മാർച്ചിനെ അടിച്ചമർത്തുന്നു എന്നീ ആരോപണങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലും ഈ പ്രതിഷേധങ്ങൾ നടക്കാൻ പോകുന്നത്. മറ്റ് ദേശീയ വാർത്തകൾ പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ഉത്തർപ്രദേശിൽ പ്രവേശിക്കും. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും യാത്രയിൽ പങ്കുചേരും. വാരണാസിയിലൂടെയാണ് യാത്ര സംസ്ഥാനത്തേക്ക് കടക്കുന്നത്. പടിഞ്ഞാറൻ ജില്ലകൾ ഒഴിവാക്കി ഭദോഹി, പ്രയാഗ്രാജ്, പ്രതാപ്ഗഡ് എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്ര ഈ മാസം 19-ന് അമേഠിയിൽ എത്തും. ഗൗരിഗഞ്ചിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ശേഷം രാഹുൽ ഗാന്ധിയും കൂട്ടരും 20-ന് റായ്ബറേലിയിൽ എത്തും. തുടർന്ന് ലക്നൌവിലേക്ക് പ്രവേശിക്കും. നേരത്തെ ഈ മാസം 26 വരെയായിരുന്നു യാത്ര നിശ്ചയിച്ചിരുന്നത്. ഇത് 10-12 ക്ലാസുകളിലേക്കുള്ള UP ബോർഡിന്റെ പരീക്ഷ ആരംഭിക്കുന്നത് കണക്കിലെടുത്ത് വെട്ടിച്ചുരുക്കുകയായിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ റവാരി സന്ദർശിക്കും. 9750 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടിയിലും നിർവഹിക്കും. ഗുരുഗ്രാം മെട്രോ റെയിൽ, റവാരി എയിംസ് എന്നീ പദ്ധതികളുടെ തറക്കല്ലിടുന്നതിന് ഒപ്പം കുരുക്ഷേത്രയിലെ ജ്യോതിസറിൽ പുതുതായി നിർമ്മിച്ച അനുഭവ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 1:15 പ്രധാനമന്ത്രി റവാരിയിൽ എത്തുക. ഇതിനു മുമ്പായി വികസിത് ഭാരത് വികസിത് രാജസ്ഥാൻ പരിപാടിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി പങ്കെടുക്കും. 17,000 കോടിയിൽ അധികം വരുന്ന നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടിയിലും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹരിയാന, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ വലിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത്. അതേസമയം UAE സന്ദർശനത്തിന് ശേഷം തിരികെ വന്ന പ്രധാനമന്ത്രിയാണ് ഇന്ന് ഹരിയാനയിലേക്ക് എത്തുന്നത്. UAE സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടന്നു. ഈ ചർച്ചകളും അതോടൊപ്പം തന്നെ സന്ദർശനവും, പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിലും മോദിക്ക് ഗുണം ചെയ്യുമോ എന്നാണ് വിലയിരുത്തേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗൾഫ് സന്ദർശനം 3 ദിവസം നീണ്ട ഈ സന്ദർശനത്തിന് പ്രത്യേകതകൾ ഏറെയായിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള ഗൾഫ് സന്ദർശനം, അവസാനത്തെ ഗൾഫ് സന്ദർശനം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ മോദി രണ്ടാമത്തെ തവണ പ്രധാനമന്ത്രി എന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയുടെ അവസാനത്തെ ഗൾഫ് സന്ദർശനം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെയെങ്കിൽ പോലും എന്തുകൊണ്ട് ഈ സന്ദർശനത്തിന് ഇത്രയേറെ പ്രത്യേകതകൾ ഉണ്ട് എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എടുത്തു പറയേണ്ടത് ക്ഷേത്ര ഉദ്ഘാടനം 1, 2 അതുപോലെ തന്നെ ഖത്തർ, ബഹ്റിൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം. ബഹ്റിനിലേക്ക് എത്തുന്ന ദീർഘനാളുകൾക്ക് ശേഷം എത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന സവിശേഷതയാണ് ഈ സന്ദർശനത്തിലൂടെ നരേന്ദ്രമോദി നേടിയെടുത്തത്. അതുപോലെ തന്നെ ഖത്തർ അമീറുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച, ഇത്രയേറെ പ്രാധാന്യത്തോടുകൂടി അല്ലെങ്കിൽ അബുദാബിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അഹ്ലാൻ മോദി എന്ന് അടക്കമുള്ള ഒരു വലിയ പൊതുപരിപാടി സംഘടിപ്പിച്ച അദ്ദേഹത്തിനെ സ്വീകരിക്കുന്ന രീതി, ഈ സമ്മേളനത്തിൽ വിവിധ ഭാഷകളിൽ സംസാരിച്ച് ഇന്ത്യൻ സമൂഹത്തെ, അതായത് അബുദാബിയിലുള്ള ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം നെഞ്ചോട് ചേർക്കുന്നു അല്ലെങ്കിൽ കയ്യിലെടുക്കുന്ന ഒരു രീതി, ഇതെല്ലാം വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ ഗൾഫ് മേഖലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൾഫ് മേഖലയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എന്ന് പറയുന്നത് വളരെ ദീർഘനാളത്തെ ഒരു ബന്ധമാണ്. കാരണം ഗൾഫ് മേഖലയിലെ ഏറ്റവും കൂടുതൽ ഉള്ള വിദേശ പൗരന്മാരെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും വരുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നാണ്. ഇതുതന്നെയാണ് അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. കാരണം ദക്ഷിണേന്ത്യയിലേക്കുള്ള BJPയുടെ വേരോട്ടം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങൾ സജീവമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇത് 7ാം തവണയാണ് പ്രധാനമന്ത്രി അബുദാബി സന്ദർശിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ സന്ദർശിച്ചിട്ടുള്ള ഗൾഫ് രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇതുതന്നെയായിരിക്കും. അത്തരത്തിൽ നിരവധി ഇത്തരത്തിൽ ഗൾഫ് മേഖലയുമായിട്ട് അടുക്കാനുള്ള ശ്രമങ്ങൾ നിരവധിയാണ് നടത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം അധികാരത്തിലെത്തിയ ശേഷം
ആദ്യം സർക്കാരിലൂടെ തന്നെ ഗൾഫ് മേഖലയിലെ അടക്കം അദ്ദേഹം എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ സർക്കാരിന്റെ അധികാരം അവസാനിക്കാറായ ഒരു പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നടത്തുന്ന സന്ദർശനത്തിന് അതുകൊണ്ട് തന്നെ പ്രാധാന്യമേറെയാണ്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആളുകൾ കൂടുതലും ഗൾഫ് മേഖലയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ പ്രവാസി സമൂഹത്തിന്റെ ഭൂരിഭാഗം പേരും ദക്ഷിണേന്ത്യയിൽ നിന്ന് വരുന്നു എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. ക്ഷേത്ര ഉദ്ഘാടനം അല്ലെങ്കിൽ ഹിന്ദുത്വം എന്ന വാദത്തിനപ്പുറം അത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ സന്ദർശനത്തിന് ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുതന്നെയാണ് ഇതിലെല്ലാം നമുക്ക് ഈ സന്ദർശനത്തിലുടനീളം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗത്തിലെ അടക്കം ഉപയോഗിച്ച ഭാഷകൾ, ഒന്നിലേറെ ഭാഷകൾ അദ്ദേഹം ഉപയോഗിച്ചു. അതിൽ പലതും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പലതരത്തിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് കൂടുതൽ അദ്ദേഹം എത്തുന്നു. കേരളത്തിലേക്ക് അദ്ദേഹം വീണ്ടും വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ മാസം വീണ്ടും വരുന്നു. അതായത് 2-3 മാസത്തിനുള്ളിൽ കേരളത്തിലേക്ക് എത്തുന്നത് 4ാമത്തെ തവണയായിരിക്കും അദ്ദേഹം. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ദക്ഷിണേന്ത്യയിലേക്കുള്ള അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങൾ BJP ശക്തമാക്കുന്ന ഒരു സാഹചര്യം. ഇതിനെയൊക്കെ ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ ഗൾഫ് സന്ദർശനത്തിനെ കാണാൻ. അതാണ് 130 സീറ്റുകളാണ് ദക്ഷിണേന്ത്യയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് കൂടുതൽ വേരോട്ടം ശക്തിപ്പെടുത്തുക എന്നത് BJPയുടെ അജണ്ടകളിൽ ഒന്നാണ്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പ് തന്നെ കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം എത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ ദക്ഷിണേന്ത്യക്കാർ ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള UAEയിൽ സന്ദർശനം നടത്തുന്നതും അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരായ ആളുകളെ 8 പേരെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുവാനുള്ള നയതന്ത്രം കുവൈറ്റുമായി അടക്കം നടത്താനൊക്കെ സാധിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സന്ദർശനത്തെ നാഷണൽ ഡെസ്കിൽ നിന്നും അശ്വിനി വിലയിരുത്തിയത്. ഇനി അന്തർദേശീയ വാർത്തകളിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ റെയ്ഡിനെ തുടർന്ന് ഗാസയിലെ നാസർ ആശുപത്രി ദുരിതാവസ്ഥയിൽ. ഡസൻ കണക്കിന് ഹമാസ് പ്രവർത്തകരെ പിടികൂടിയതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. ഇസ്രായേലിന്റെ ഭീഷണിയെ തുടർന്ന് തെക്കൻ ഗാസയിൽ പ്രധാന ആശുപത്രിയായ നാസറിൽ നിന്ന് രോഗികളെയും ജീവനക്കാരെയും ഒഴിപ്പിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു നാസർ ആശുപത്രി ഇസ്രായേൽ ആക്രമിച്ചത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സുബി വിശ്വനാഥൻ ആണ് ചേരുന്നത്. സുബി, ഈ നാസർ ആശുപത്രിയിൽ ഹമാസ് പോരാളികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അവരോട് ഒഴിഞ്ഞു പോകണം എന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. ആ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് തങ്ങൾ ആക്രമണത്തിലേക്ക് കടക്കുന്നത്, തെരച്ചിലിലേക്ക് കടക്കുന്നത് എന്നാണ് സേന പറഞ്ഞത്. ആ നിലയിലായിരുന്നു പരിശോധന. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അഭിലാഷ്, ഇന്നലെയാണ് അപ്രതീക്ഷിതമായി ഗാസയിലെ അൽ നസർ, തെക്കൻ ഗാസയിലാണ് ഖാൻ യൂണിസിലാണ് ഈ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി ഉള്ളത്. നിരവധി പേരാണ് അവിടെ ചികിത്സയിലുള്ളത്. ആ ആശുപത്രിക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായത്. അപ്രതീക്ഷിതമായി ടാങ്കുകളും അതുപോലെ തന്നെ കാലാൾ പടയും അവിടേക്ക് ഇരച്ചു കയറുകയായിരുന്നു എന്നാണ് പറയുന്നത്, റിപ്പോർട്ടുകളിൽ ഉള്ളത്. ഒപ്പം തന്നെ അതിനെ തുടർന്ന് അവിടെ നിന്ന് രോഗികളോട് ഒഴിഞ്ഞു പോകാൻ 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. തീവ്രപരിചരണ വിഭാഗത്തിൽ ഉള്ളവരും അടിയന്തര വിഭാഗത്തിൽ ഉള്ളവരോടും ഒഴിഞ്ഞു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇതിന് പ്രധാനമായി ഇസ്രായേൽ പറഞ്ഞത് ഹമാസ് പ്രവർത്തകർ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നായിരുന്നു പ്രധാനമായും ഇസ്രായേൽ പറഞ്ഞിരുന്നത്. ആ രീതിയിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഇതാദ്യമായല്ല ഇസ്രായേൽ ഇത്തരത്തിൽ ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. ഒക്ടോബർ 7-ന് തുടങ്ങിയ ആക്രമണത്തിൽ നിരവധി ആശുപത്രികളാണ് ഗാസയിൽ തകർക്കപ്പെട്ടത്. അതിന്റെ അവസാനത്തെ ആയി ഇപ്പോൾ നാസർ ആശുപത്രി മാറിയിരിക്കുകയാണ്. അവിടെ എല്ലാം തന്നെ വലിയ ദുരിതാവസ്ഥയിലാണ് കാര്യങ്ങൾ ഉള്ളത്. ചികിത്സ പൂർണ്ണമായും മുടങ്ങിയിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് രോഗികളെയും ജീവനക്കാരെയും മാറ്റിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഹമാസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. 12ഓളം ഹമാസ് പ്രവർത്തകരെയാണ് ഇവിടെ നിന്ന് പിടികൂടി എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വാർത്ത ഹമാസ് നിരാകരിക്കുകയും ചെയ്തു. ഇസ്രായേൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് ഹമാസ് പറയുന്നത്. ഏതായാലും ഗാസയിലെ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി തുടരുകയാണ്. അഭിലാഷ്, ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ചപ്പോൾ മുതൽ ഇസ്രായേലിന്റെ ആരോപണമാണ് ആരാധനാലയങ്ങളെയും ആശുപത്രികളെയും ഒക്കെ ഒളിത്താവളങ്ങളാക്കുന്നു, മറയാക്കുന്നു എന്നുള്ളത്. ഇനി നമുക്ക് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരേണ്ടതുണ്ട്. വീണ വിജയന്റെ ഹർജിയിൽ മേൽ കർണാടക ഹൈക്കോടതിയുടെ വിധി വരുമ്പോൾ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാകുന്നു. ആ വാർത്തകളിലേക്ക് വരുന്നതിന് മുമ്പ് വയനാട് പുൽപ്പള്ളി സുരഭിക്കവലയിൽ കണ്ട കടുവയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാക്കി നാട്ടുകാർ. കടുവയുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പ് നടപടിയെടുക്കുന്നില്ല എന്നാണ് ആരോപണം.
പ്രദേശത്ത് എത്തിയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞിരുന്നു. കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്ന വനംവകുപ്പിന്റെ ഉറപ്പിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വിട്ടയച്ചത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ യോഗം ആവശ്യപ്പെട്ടു. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അതേസമയം വയനാട് പയ്യമ്പിള്ളി പടമലയിൽ കർഷകനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഖനെ പിടികൂടാനുള്ള ശ്രമം 6ാം ദിവസത്തിലും തുടരുകയാണ്. പനവല്ലി മേഖലയിൽ നിന്ന് ആനയുടെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറയും ദൗത്യസംഘത്തിനൊപ്പം ചേർന്നു കഴിഞ്ഞു. കഴിഞ്ഞ നവംബറിൽ ആനയെ ബേലൂരിൽ നിന്ന് പിടികൂടിയ കർണാടക വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും തെരച്ചിൽ സംഘത്തിന് ഒപ്പം ഉണ്ട്. വിവരങ്ങളുമായി ജിൻസ് തോട്ടുങ്ങര ചേരുന്നുണ്ട്. ജിൻസ്, ഈ കർണാടകയിൽ നിന്നുള്ള സംഘം എത്തുന്നതോടെ ഈ ആനയെ കൂടുതൽ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ അപ്പോഴും ഈ ജനവാസ മേഖലയ്ക്ക് അടുത്തേക്ക് എത്തിയാൽ മാത്രമല്ലേ ഈ മയക്കുവെടി വെക്കുക എന്നത് സാധ്യമാകൂ? തീർച്ചയായും അഭിലാഷ്, ഈ ആളക്കൊല്ലി കടുവയെ മയക്കുവെടി വെക്കാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പുള്ളത്. രാവിലെ തന്നെ ഈ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിച്ച റേഡിയോ കോളർ സിഗ്നൽ പ്രകാരം ആന പനവല്ലി മേഖലയിലാണ്. ഇവിടെ തന്നെയാണ് രാവിലെ മുതൽ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇതിനോട് അടുത്ത് തന്നെ ജനവാസ മേഖലയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ആശങ്കയും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് തന്നെ മയക്കുവെടി വെക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് വനംവകുപ്പുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഡോക്ടർ അരുൺ സക്രി കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വന്യജീവി മനുഷ്യ സംഘടനകളുടെ പ്രശ്നങ്ങളിൽ ഇത്തരത്തിലുള്ള ദൗത്യങ്ങളിൽ അദ്ദേഹം നേതൃത്വം നൽകിയ ഒരാളും കൂടിയാണ് ഈ അരുൺ സക്രിയ. ഈ ഡെപ്യൂട്ടേഷൻ പൂർത്തിയാക്കി മൃഗസംരക്ഷണ വകുപ്പിലേക്ക് മാസങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹം മടങ്ങിയത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ ജനപ്രതിനിധികളടക്കം ഇദ്ദേഹം ഈ ദൗത്യത്തിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഈ കഴിഞ്ഞ വാഗേരി മൂടക്കൊല്ലിയിലെ കടുവ ദൗത്യത്തിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു. കേരളത്തെ വിറപ്പിച്ച അരിക്കൊമ്പനെ പൂട്ടിയതും ഈ അരുൺ സക്രിയായിരുന്നു. എന്തായാലും അദ്ദേഹവും ഇന്ന് വനംവകുപ്പിന്റെ ഈ ദൗത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. കൂടാതെ ഈ കർണാടകയിൽ നിന്നും എത്തിയ 25 ഫോറസ്റ്റ് ഫോഴ്സും ഇന്ന് ഇവിടുത്തെ അറാത്തി ദൗത്യ സംഘത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഈ മയക്കുവെടി വെക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ ഈ ആനയെ പിടികൂടാൻ ഈ ദൗത്യ സംഘത്തിന് അടുത്തെത്തിയാൻ കഴിഞ്ഞെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആനയുടെ കൂടെ മറ്റൊരു മോഴയാനയുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതുപോലെ തന്നെ ഈ മോഴയാനയുടെ സഞ്ചാര വേഗവും വലിയ പ്രതിസന്ധിയായി കണക്കാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ പിടികൂടും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നിലവിലുള്ളത്. ഈ പ്രജീഷിനെ കൊലപ്പെടുത്തി 6ാം ദിവസം പിന്നിടുമ്പോഴും ഈ കൊലയാളിയായിട്ടുള്ള ആനയെ പിടികൂടാത്ത ഒരു വലിയ പ്രതിഷേധവും വ്യാപകമാണ് അഭിലാഷ്. റൈറ്റ്, ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. ജനങ്ങൾ മരണഭീതിയിൽ കഴിയുമ്പോൾ വയനാട്ടുകാരെ പരിഹസിക്കുന്ന വനമന്ത്രിയുടെ നിലപാട് അപമാനകരമാണ് എന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തു. തലസ്ഥാനത്ത് തുടരാൻ AK ശശീന്ദ്രന് അർഹതയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് വനമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ നിരവധിയാർന്ന വന്യമൃഗശല്യം ഈ വയനാട് ജില്ലയിൽ ഉണ്ടാവുമ്പോഴും അതിനെതിരെ അദ്ദേഹം കരിങ്കൊടിയോ ഇല്ലെങ്കിൽ വഴിതടയൽ സമരമോ ഇല്ലാതെ ശശീന്ദ്രൻ ചുരം കയറി വയനാട്ടിൽ ഈ നിലയിലുള്ള പ്രതിഷേധം തുടരുമ്പോൾ മൂന്നാറിൽ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവിൽ പ്രതിഷേധം കനക്കുകയാണ്. മൂന്നാർ DFOയുടെ ഉത്തരവ് പ്രതിഷേധാർഹമാണ് എന്ന് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനൂസ് കറിയ പറയുന്നു. വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉത്തരവ് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്നാണ് ആരോപണം. ദിവസങ്ങൾക്ക് മുൻപാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി, നേരിമംഗലം, ദേവികുളം, മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വനംവകുപ്പ് വാച്ചർമാരെ പിരിച്ചുവിടാൻ ഉത്തരവ് വന്നത്. മാർച്ച് 31-ന് കാലാവധി കഴിയുമെന്നായിരുന്നു അറിയിപ്പ്. ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയർന്നു. DFOയുടെ ഉത്തരവ് പ്രതിഷേധാർഹമാണെന്ന് ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി വിനു സക്കറി പറയുന്നു. വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉത്തരവ് വലിയ പ്രതിസന്ധികൾക്കിടയാക്കുമെന്നാണ് പരാതി. തികച്ചും നിഷേധാത്മക നിലപാടാണ് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ശമ്പളം പലർക്കും പല മാസങ്ങളിലായി കൊടുക്കാൻ കിടക്കുന്നു. 30 ദിവസം ജോലി ചെയ്താൽ 15 ദിവസം മുതൽ 20 ദിവസം വരെയാണ് അവർക്ക് ഇപ്പോൾ ശമ്പളം ലഭിക്കുന്ന സാഹചര്യമുള്ളത്. ഇത്തരം സാഹചര്യമൊക്കെ നിൽക്കുമ്പോഴാണ് ഈ വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ശക്തമായി ആ തീരുമാനത്തിൽ പ്രതിഷേധിക്കുകയാണ്. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട്.
ഉത്തരവ് നടപ്പിലായാൽ മനുഷ്യ-വന്യജീവി സംഘർഷ ലഘൂകരണം, വനവിഭവശേഖരണം, വനവികസനം തുടങ്ങിയ ബഡ്ജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലി നഷ്ടമാകും. വന്യജീവി ശല്യം രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ, ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാരില്ലാതാകുമെന്നാണ് ആശങ്ക. ന്യൂസ് 18 മൂന്നാർ. മറ്റൊരു വാർത്തയിലേക്ക്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് സംബന്ധിച്ച് കേരളവും കേന്ദ്രവും നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ സുപ്രീംകോടതി അറിയിക്കും. ഇന്നലെ നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു. ചർച്ച പോസിറ്റീവ് ആയിരുന്നില്ല എന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ചർച്ച പോസിറ്റീവ് അല്ല എന്ന് പറയുമ്പോൾ എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ കൃത്യമായൊരു നിർദ്ദേശമൊന്നും കേന്ദ്രത്തിന് നൽകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ വിഷയത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നുള്ളതായിരിക്കും ഇനി സർക്കാരിന്റെ ചിന്ത? അതിനകത്ത് പ്രതിസന്ധി തുടരും. ഇന്നലെ ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയ ചർച്ചയിൽ സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ കോടതിയിൽ പോയത്, കേസുമായി പോയതിലുള്ള അതൃപ്തി വ്യക്തമാക്കുന്ന നിലപാടുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടായതാണ് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ കേന്ദ്രം അതിൽ വലിയ അതൃപ്തിയിലാണ്. ആ കാരണം കൊണ്ട് തന്നെ സംസ്ഥാനത്തോട് അനുകൂല നിലപാടല്ല ചർച്ചയിൽ പൊതുവെ ഉണ്ട്. അതുകൊണ്ടാണ് ധനമന്ത്രി KN ബാലഗോപാൽ ചർച്ച പോസിറ്റീവ് ആയിരുന്നില്ല എന്ന് പറയുന്നത്. സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധി തുടരും. കേന്ദ്രവും സർക്കാരും പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സമവായ വഴി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. വീണ്ടും കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വരും. നിയമവഴി അല്ലാതെ മറ്റൊന്നും സംസ്ഥാനത്തിന് മുന്നിലില്ല. അല്ലെങ്കിൽ സർക്കാർ മാറണം. ഇതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ BJP സർക്കാർ അധികാരത്തിൽ മാറിയാൽ സംസ്ഥാനത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകുമെന്ന് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിൽ നിന്ന് ഒരു അനുകൂല നിലപാടും നടപടിയും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നില്ല. കോടതി മാത്രമാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള ആശ്രയം. അതാണ് നിലവിലെ സാഹചര്യം. അതോടൊപ്പം തന്നെ അരുൺ തുടരുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. പാർട്ടി മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലെയും പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തയ്യാറാക്കിയേക്കും. സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ കമ്മിറ്റികൾക്ക് കൈമാറും. അവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനം നടത്താനാണ് ആലോചന. മുതിർന്ന നേതാക്കളും കൂടുതൽ വനിതകളും പട്ടികയിലുണ്ടാകും. MLAമാരിൽ ചിലരെയും പൊതുസമ്മതരെയും CPIM മത്സരിപ്പിക്കും. VV അരുൺ തന്നെയാണ് തുടരുന്നത്. അരുൺ, കൂടുതൽ സ്ത്രീകൾ, അതായത് വനിതാ സംവരണം ഉൾപ്പെടെ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ CPIMനെ പോലെ പുരോഗമനവാദമുന്നയിക്കുന്ന പാർട്ടികളാണ് ഇതിന് മുൻകൈയെടുക്കേണ്ടത് എന്ന പൊതുവിലയിരുത്തലുണ്ടോ? അപ്പോൾ അതിനൊക്കെയുള്ള മറുപടിയായി ഈ പട്ടിക, സ്ഥാനാർത്ഥി പട്ടിക മാറുമെന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? എന്ന് വേണം കരുതാൻ. 33% സംവരണം എന്നതിലേക്ക് CPIM എത്തുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ വനിതകൾ ഒന്നിൽ കൂടുതൽ ഈ പട്ടികയിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പേര് KK ശൈലജയുടെ തന്നെയാണ്. 3 മണ്ഡലങ്ങളിലാണ് KK ശൈലജയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത്. കണ്ണൂരോ വടകരയോ മത്സരിക്കുമെന്നായിരുന്നു ആദ്യ സൂചനകൾ. ഒരുപക്ഷെ കുറച്ചുകൂടി സുരക്ഷിതമായ കാസർഗോഡ് മണ്ഡലത്തിലേക്ക് KK ശൈലജ മാറിയാലും അത്ഭുതപ്പെടാനില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അവർക്ക് അത്തരത്തിൽ കാസർഗോഡ് CPIMന് സംഘടനാപരമായി രാഷ്ട്രീയമായി വലിയ സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലമാണ്, ലോക്സഭാ സീറ്റാണ്. കഴിഞ്ഞ തവണ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ രാജ്ഭവൻ എടുത്താൽ ജയിച്ചുപോയി എന്നാണ് CPIMന്റെ വിരോധം. അതുകൊണ്ട് തന്നെ KK ശൈലജ വന്നാൽ അല്ലെങ്കിലും ഒരുപക്ഷെ ഇത്തവണ കാസർഗോഡ് വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷ CPIMനുണ്ട്. അങ്ങനെ ഒരുപക്ഷെ സുരക്ഷാ സീറ്റിലേക്ക് KK ശൈലജ മാറ്റണമെന്ന അഭിപ്രായത്തിന് ശക്തി കൂടിയാൽ KK ശൈലജ കാസർഗോഡേക്ക് മാറും. അല്ലെങ്കിൽ വടകരയോ കണ്ണൂരോ മത്സരിക്കും. അവിടെ ഒരു വനിതാ പ്രാതിനിധ്യം ഉറപ്പായിരിക്കുന്നു. മറ്റു ചില പേരുകൾ കേൾക്കുന്നത് KK ശൈലജ കാസർഗോഡേക്ക് പോയാൽ കണ്ണൂരിൽ CPIMന്റെ SFIയുടെ മുൻ സംസ്ഥാന സമിതി അംഗവും അഖിലേന്ത്യാ മഹിളാ അസോസിയേഷന്റെ ദേശീയ വൈസ് പ്രസിഡന്റുമായ സുകന്യ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത്തരം ചർച്ചകളും CPIMൽ സജീവമാണ്. രണ്ടാമത് പറയാവുന്ന പേര് അതാണ്. മറ്റൊരു പേര് CPIMൽ വനിതകളുടെ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത് കൊല്ലം സീറ്റിലാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CS സുജാതയുടെ പേരാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. അവർ നേരത്തെ ആലപ്പുഴയിൽ നിന്നുള്ള MP ആയിരുന്നു. ഇത്തവണ വീണ്ടും കൊല്ലത്ത് CS സുജാതയെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 2-3 വനിതകൾ CPIMന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കാം. ചുരുങ്ങിയത് 2 പേരെങ്കിലും ഉണ്ടാകുമെന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. ഈ നിലയിലാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ CPIMനുള്ളിൽ തുടരുന്നത്. അതേസമയം BJP വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറയുന്നത്. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയും തലസ്ഥാന മണ്ഡലത്തിൽ വരില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനസമ്മതിയുള്ള നേതാവായിരിക്കും രംഗത്ത് ഇറങ്ങുക എന്നും കുമ്മനം രാജശേഖരൻ പറയുന്നു. ന്യൂസ് 18 Q18 ആയിരുന്നു കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. തിരുവനന്തപുരം തലസ്ഥാന മണ്ഡലത്തിൽ താങ്കളുടെയും പേരുണ്ടെന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള പേരുകൾ BJPയുടെ കേന്ദ്ര മന്ത്രിമാരടക്കം വന്നേക്കും എന്ന രീതിയിലൊക്കെ ഉള്ള
വ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. BJPയിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ജനസമ്മതിയുള്ള, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന, ജനങ്ങൾ കണ്ട് അവർക്ക് നല്ല മതിപ്പുള്ള ആളുകളെ തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു അത്ഭുതം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ സ്ഥാനാർത്ഥികളെല്ലാവരും ജനങ്ങളുമായി ഇടപഴകി, ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ സമ്മതി ആർജിച്ച ജനകീയരായിട്ടുള്ള ആളുകളാണ്. ഒരു സ്ഥാനാർത്ഥി അല്ലാത്തവരായിട്ടില്ല. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇത്തവണ BJPക്ക് ഒപ്പം ഉണ്ട് എന്ന ഉറച്ച പ്രതീക്ഷയും കുമ്മനം രാജശേഖരൻ വെച്ചു പുലർത്തുന്നുണ്ട്. BJPയുടെ പദയാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചത്. കേരളത്തിൽ ക്രൈസ്തവ പുരോഹിതർക്ക് എതിരെ നിരന്തരം കേസുകൾ എടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. സമുദായം നേരിടുന്ന അവഗണന തിരിച്ചറിയുന്ന ക്രൈസ്തവർ BJPക്കൊപ്പം നിൽക്കുമെന്നും കുമ്മനം പറയുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ള പിന്തുണ ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്കൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ? തീർച്ചയായിട്ടും ഒന്നുമില്ല. അവർക്ക് ഒരു വിരോധം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ലല്ലോ ഇവിടെ. അവരോട് എപ്പോഴും കഴിഞ്ഞ ഈസ്റ്റർ ദിനാഘോഷത്തിൽ, അതുപോലെ ക്രിസ്തുമസ് ആഘോഷത്തിൽ ഒക്കെ എത്രയോ സന്തോഷത്തോടുകൂടി പാർട്ടി പ്രവർത്തകർ ഓരോ ഗ്രാമങ്ങളിലും ക്രൈസ്തവ വീടുകൾ കയറി ഇറങ്ങി അവർക്ക് നന്മകൾ നേർന്നു, ആശംസകൾ നേർന്നു. അവരൊരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചിട്ട് ഇത്രയും നാളായിട്ട് ഏത് പ്രധാനമന്ത്രി അങ്ങനെ ഒരു ക്രിസ്മസ് ദിനത്തിൽ പോയി ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തത്? ഈ നെഞ്ച് പുലർന്ന് കാണിച്ചാലും ചെമ്പരത്തി പൂവാന്ന് പറയുന്ന ആൾക്കാരുടെ എന്ത് പറയാൻ? ഇത് വോട്ടാകുമോ? അത് അവരതിശയിക്കണം. ആ ചോദ്യം ക്രൈസ്തവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ല, BJPയുടെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. നമുക്ക് എല്ലാ വോട്ടും കിട്ടണം എന്ന് തന്നെയാണ്. ഇലക്ഷന് മത്സരിക്കുന്നത് ജയിക്കാനാണ്. ജയിക്കണമെങ്കിൽ വോട്ട് വേണം. എല്ലാ വോട്ടും കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതായത് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ അവഗണിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ വന്ന സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ. ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ നിന്ദയാണ് ഈ സ്കോളർഷിപ്പ് വിതരണത്തിലുമൊക്കെ കാണിക്കുന്ന ഈ പറയുന്ന മതപരമായ വിവേചനം, അവഗണന. ക്രൈസ്തവ സഹോദരങ്ങൾ എങ്ങനെ സഹിക്കും? കിട്ടുന്ന കോടിക്കണക്കിന് രൂപയിൽ പങ്കുവെക്കുമ്പോൾ 80% മുസ്ലിങ്ങൾക്ക്, 20% ക്രൈസ്തവർക്ക് എന്ന് പറഞ്ഞാൽ അതിനെന്ത് വാങ്ങുന്നുണ്ടാവുള്ളൂ? അതുപോലെ തന്നെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളോട് കാണിക്കുന്ന അവഗണന, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് കാണിക്കുക. അവർ എത്രയോ നാളുകളായിട്ട് അവരുടെ ആക്ഷേപങ്ങളും അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രേഖപ്പെടുത്തുന്നു. ആ അവരാധികൾക്ക് എന്താ ഒരു പരിഹാരം ഉണ്ടാക്കുന്നത്? അവരായിട്ട് ചർച്ച ചെയ്യാത്തത് എന്താണ്? വേണ്ട. ഇവിടുത്തെ ജാക്കോബൈറ്റ്സ്, ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമുണ്ട്. ഈ സംഘർഷം എത്ര നാളുകളോളാണ്. ഒരു സംസ്ഥാനത്ത് ഇത്രയധികം രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം ഓരോ ദിവസവും രൂക്ഷമായി വരുമ്പോൾ, അതൊരു കീഴാമുട്ടിയായിട്ട് നിൽക്കുമ്പോൾ ഇടപെടണ്ടേ? ഇടപെട്ട് രണ്ടു കൂട്ടരെയും വിളിച്ചിട്ട് സംസാരിക്കണ്ടേ? അതിനൊരു ഭരണാധികാരിക്ക് ഉത്തരവാദിത്വമില്ലേ? അതെന്തുകൊണ്ട് നിർവഹിക്കുന്നില്ല? അപ്പോൾ തമ്മിൽ അടിച്ചോട്ടെ എന്നല്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ സമാധാനം ഉണ്ടാകണം. ഏറ്റുമുട്ടലുകൾ പാടില്ല. അതും പ്രത്യേകിച്ച് രണ്ട് വിഭാഗങ്ങൾ തന്നു. അത് ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നോ രണ്ടോ പലവട്ടം സംസാരിക്കണം. കേരളത്തിൽ അയോധ്യ വോട്ടാകുമെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു രാമവികാരമുണ്ട്. കേരളം രാമകേരളമാണ്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ കേരളത്തിലൂടെ യാത്ര ചെയ്തതിന് തെളിവുണ്ട്. ആ വിശ്വാസം പുലർത്തുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ അയോധ്യ ഉയർത്തിയ രാമവികാരം കേരളത്തിലും അലയടിക്കും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറയുന്നു. അയോധ്യ പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാകുന്നുണ്ട് ദേശീയ തലത്തിൽ. കേരളത്തിലും അത് BJP മുഖ്യ വിഷയമായിട്ട് ഉയർത്തിക്കാട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു രാമവികാരമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളം രാമകേരളമാണ്. അത് വെറുതെ പറയുന്നതല്ല. ത്രേതായുഗ കാലത്ത് രാമൻ കേരളത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് തെളിവുകളുണ്ട്. ഒന്ന് ശബരി പീഠം, ശബരിമല, ശബരിയാശ്രമം അത് കേരളത്തിലുണ്ട്. കോടിക്കണക്കിന് അയ്യപ്പന്മാർ ശബരി പീഠം ദർശനം നടത്തി പോവുകയാണ്. ശബരി ആശ്രമമുണ്ട്. ജടായു പാറയുണ്ട്. അവിടെ ജടായുവിൻ്റെ ശില്പം, അതുപോലെ തന്നെ രാമൻ്റെ ക്ഷേത്രം, ഇതെല്ലാം അവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ സ്ഥലനാമങ്ങൾ പലതും നോക്കുമ്പോൾ രാമനുമായി ബന്ധപ്പെട്ടതാണ്. നാലമ്പല യാത്ര, അതുപോലെ ഒരു മാസം മുഴുവൻ രാമായണം വായിക്കുന്നു. കേരളത്തിലെല്ലാം വേറെ എവിടെയുള്ളത്. അപ്പോൾ ഒരു രാമവികാരം എവിടെയുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ പൈതൃകം രാമപൈതൃകമാണ്.
തീർച്ചയായിട്ടും ഇവിടെയും ഒരു വലിയ പുനരുജ്ജീവനത്തിൻ്റെ, ഒരു വലിയ നവോത്ഥാനത്തിൻ്റെ, ഒരു രാമ ചിന്തയുടെ ഒരു പുനരുജ്ജീവനം ഉണ്ടാകും. കേരളത്തിന് ഉള്ളത് ഒരു സെക്യുലർ മൈൻഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അതിനു മുമ്പുണ്ടായിട്ടുള്ള വിഷയങ്ങളായിരിക്കും കൂടുതൽ എടുത്തു നിൽക്കുക എന്നുള്ളൊരു കാര്യമാണല്ലോ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസ്സുകാരും പറയുന്നത് അതാണല്ലോ. അപ്പൊ ആ രീതിയിൽ വർക്കൗട്ട് ആവുന്നതിന് പകരം രാമവികാരം പ്രധാനമായിട്ട് മുന്നിൽ നിൽക്കും, അങ്ങനെയാണോ കരുതുന്നത്? രാമവികാരം ഒരിക്കലും ഇവിടുത്തെ സാമൂഹ്യ സമത്വത്തിനെതിരല്ല, ഇവിടുത്തെ ഭൗതികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നതിനെതിരല്ല, ഇവിടുത്തെ വികസന സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വിരുദ്ധമല്ല. പിന്നെന്താ, മനുഷ്യൻ എന്ന് പറയുന്നത് അവർക്ക് ചില ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വികാരങ്ങളുണ്ട്, വിശ്വാസ സങ്കല്പങ്ങളുണ്ട്. അത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, അതിനെയും നമ്മൾ കണക്കിലാക്കണം. അതുകൊണ്ടാണ് സബ്കാ സാത്ത് സബ്കാ വികാസ്, അതോടൊപ്പം തന്നെ സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ്, ഇതെല്ലാം വേണം. പ്രധാനമന്ത്രി പറയുന്നത് അതാണ്, സബ്കാ വികാസ് സബ്കാ സാത്ത് സബ്കാ വിശ്വാസ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങൾ കൂടി ഇവിടെ തീർച്ചയായിട്ടും. കാരണം ഇവിടെ എല്ലാ വീടുകളും നോക്കിയോ, കേന്ദ്ര സർക്കാരിന്റെ ഗുണഫലങ്ങൾ ലഭിക്കാത്ത വീടുകൾ വളരെ കുറവാണ്. മലയാറ്റൂരിൽ കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണു എന്ന വാർത്തയുണ്ട്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളടക്കം ലഭ്യമായിട്ടുണ്ട്. പ്രേക്ഷകർ തുടരുക. അതിനു മുമ്പ് വളരെ പെട്ടെന്ന് മറ്റൊരു വാർത്തയിലേക്ക്. KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്ര ഇന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. കോൺഗ്രസ് കേന്ദ്ര നേതാക്കളായ സൽമാൻ ഖുർഷിദ്, മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കും. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഉൾപ്പെടെ വളരെ സജീവമായി CPM നടക്കുന്നു. BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ സമരാഗ്നിയോടുകൂടി വലിയ ഊർജം കൈവന്നിട്ടുണ്ട് എന്ന് പൊതുവെ കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. മലപ്പുറത്തെ സാഹചര്യം എന്താണ്? അഭിലാഷേ, നമുക്കറിയാം UDFന്റെ ഏറ്റവും ഉറച്ച കോട്ടകളിൽ ഒന്നാണ് മലപ്പുറം. ലീഗിന്റെ പിൻബലത്തിലാണ് കോൺഗ്രസിന് ഇവിടെ ആധിപത്യമുള്ളത്. നമുക്കറിയാം, മലപ്പുറത്തെ സംബന്ധിച്ച് മലപ്പുറത്തേക്ക് കോൺഗ്രസ് നേതാക്കൾ അവരുടെ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള ഒരു പ്രചരണവുമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ പരിപാടിയായിട്ട് വരുമ്പോൾ അതിന് അർഹിക്കുന്ന തരത്തിലുള്ളൊരു സ്വീകരണം തന്നെയാണ് മലപ്പുറത്ത് ലഭിക്കുന്നത്. ഇന്നലെ രണ്ടിടങ്ങളിൽ, കോഴിക്കോടും മലപ്പുറത്തും ഇത് സംബന്ധിച്ചുള്ള സ്വീകരണ യോഗങ്ങൾ നടന്നു. ഇന്ന് എടപ്പാളിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി അദ്ദേഹം 10 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 10 മണിക്ക്. അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ മലപ്പുറം ടൗൺ ഹാളിൽ ഒരുക്കിയിട്ടുള്ള ജനകീയ ചർച്ചാ സദസ്സ് വേദിയിൽ വെച്ച് VD സതീശനും അതുപോലെ തന്നെ KPCC അധ്യക്ഷനും മറ്റ് കോൺഗ്രസ് നേതാക്കളും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് അവരുടെ പരാതികൾ സ്വീകരിച്ച് അത് നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ, അല്ല പാർട്ടി തരത്തിൽ സമരങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതാണെങ്കിൽ അങ്ങനെ, അത്തരത്തിൽ ആ ഒരു പ്രശ്നങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പരിഹാരത്തിനുള്ള ശ്രമമാണെങ്കിൽ നടത്തേണ്ടതെങ്കിൽ നടത്തും എന്നാണ് അവർ പറയുന്നത്. മറ്റു ജില്ലകളിലും നടന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ചർച്ച സദസ്സാണ്. അതിനു മുൻപ് മലപ്പുറത്ത് വെച്ച് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. VD സതീശനും K. സുധാകരനും 10 മണിക്കാണ് മാധ്യമങ്ങളെ അവർ കാണുക. ഇതിലേറ്റവും ഈ സീറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നമുക്കറിയാം. ലീഗുമായിട്ടുള്ള 3ാം സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമൊക്കെ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. പക്ഷേ മലപ്പുറത്ത് ലീഗിന്റെ ആസ്ഥാനത്തെത്തുമ്പോൾ ലീഗ് നേതാക്കളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അവരെല്ലാം തന്നെ ഡൽഹിയിലെ അവരുടെ പ്രധാനപ്പെട്ട ആസ്ഥാന മന്ദിരത്തിന്റെ രജിസ്ട്രേഷൻ ചടങ്ങുകൾക്ക് വേണ്ടി പോയിരിക്കുകയാണ്. സാദിഖ് തങ്ങളും KK കുഞ്ഞാലിക്കുട്ടിയും MP മാരെല്ലാം തന്നെ. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ചർച്ചകളൊന്നും തന്നെ, ഈ 3ാം സീറ്റ് സംബന്ധിച്ച ചർച്ചകളൊന്നും തന്നെ മലപ്പുറത്ത് നടക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം, നമുക്കറിയാം കോൺഗ്രസിന്റെ സീറ്റ് വിഭജനം അധികം ഒന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. MP അതിനെ വീണ്ടും മത്സരിക്കുന്ന കാര്യമാണ്. പക്ഷേ ലീഗിന്റെ 3ാം സീറ്റ്, അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നേതൃത്വത്തിന്റെ ഒരു പ്രതികരണം എന്ത് തന്നെയാണെങ്കിലും ഇന്ന് ലഭിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഈ ചർച്ചാ സദസ്സ് ഉണ്ടാവുക. അതിനുശേഷം എടപ്പാളിലേക്ക് നീങ്ങി എടപ്പാളിൽ വൈകുന്നേരത്താണ് പൊതു സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം വൈകുന്നേരത്തോടെ പാലക്കാട്ടേക്ക് ജാഥ സമരാഗ്നി കിടക്കും. എന്താണെങ്കിലും വലിയ ആവേശത്തോടെ തന്നെയാണ് UDF പ്രവർത്തകർ KPCC അധ്യക്ഷൻ്റെയും VD
അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും ഈ യാത്രയെ സ്വീകരിക്കുന്നത്. അതാണ് മലപ്പുറത്തെ സമരാഗ്നിയുടെ ഇന്നത്തെ ഒരു പൊതുചിത്രം. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കാട്ടാനക്കുട്ടിയുമായി വളരെ പെട്ടെന്ന് തിരികെ എത്താം. വമ്പൻ തോൽവിയുടെ ക്ഷീണമകറ്റാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. ചെന്നൈയിൽ വീണ്ടും സൗത്ത് ഇന്ത്യൻ ഡെർബി. കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC പോരാട്ടം ഇന്ന് വൈകിട്ട് 6:30 മുതൽ ന്യൂസ് 18 കേരളത്തിൽ. You can ignore this ad. മായി സഹകരിക്കണമെന്ന് വീണ വിജയന് നിർദ്ദേശവും നൽകി. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. ദുരന്തത്തിന് ഇരയായവരാണ് ഹർജി നൽകുക. വെവ്വേറെ ഹർജികളാണ് നൽകുക. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. ED സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഗവർണർക്കെതിരെ തൃശൂരിൽ കരിങ്കൊടി കാട്ടിയവരെ മർദ്ദിച്ച 2 BJP പ്രവർത്തകർ അറസ്റ്റിൽ. ചേറ്റുവ സ്വദേശി വിനീത്, ഏങ്ങണ്ടിയൂർ സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത്. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഗവർണർ. ഒരു വശത്ത് SFIക്കാരുടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറയുകയും മറുവശത്ത് തനിക്ക് സുരക്ഷയൊരുക്കാനും പറയുകയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് പറ്റുന്ന പണി നാടക കമ്പനി നടത്തലാണെന്ന് ഗവർണർ പരിഹസിച്ചു. വയനാട് പുൽപ്പള്ളി സുരഭിക്കവലയിൽ കണ്ട കടുവയെ പിടികൂടണം എന്ന ആവശ്യം ശക്തമാക്കി നാട്ടുകാർ. കടുവയുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. പ്രദേശത്തെത്തിയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞു. വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ ജില്ലയിലെ MLAമാരുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ യോഗം വിലയിരുത്തി. വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ജനങ്ങൾ മരണഭീതിയിൽ കഴിയുമ്പോൾ വയനാട്ടുകാരെ പരിഹസിക്കുന്ന വനം മന്ത്രിയുടെ നിലപാട് അപമാനകരമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. തൽസ്ഥാനത്ത് തുടരാൻ AK ശശീന്ദ്രൻ അർഹനല്ലെന്നാരോപിച്ച് വനം മന്ത്രിയുടെ കോലം കത്തിച്ചു. സപ്ലൈകോ മുഖേന വിതരണം ചെയ്യുന്ന 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കാൻ അനുമതി നൽകി മന്ത്രിസഭ. പൊതുവിപണിയിലേതിന്റെ 35% സബ്സിഡി നൽകുന്ന തരത്തിലാണ് വിലകൾ പുതുക്കി നിശ്ചയിച്ചത്. 2010 മലയാറ്റൂരിൽ കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണു. മലയാറ്റൂർ മുളങ്കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കിണറിൽ ആണ് ആന വീണത്. കാട്ടാനക്കൂട്ടം സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ ആണ്, കാട്ടാനക്കുട്ടി കിണറ്റിൽപ്പെട്ടതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ ആണ് ഈ ആനക്കുട്ടി വീണിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സാമാന്യം ആഴമുള്ള കിണർ എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വെള്ളം ഉണ്ട്, അതുകൊണ്ട് കാര്യമായി പരിക്കില്ല എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. നവമി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ആനക്കുട്ടിയെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ളം ഉള്ള കിണറാണ്. പ്രദേശത്തേക്ക് വനപാലകർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ടോ? പോലീസ് അടക്കമുള്ള സംഘമൊക്കെ എത്തിയിട്ടുണ്ടോ? അഭിലാഷ്, വനം വകുപ്പും പോലീസും നാട്ടുകാരും എല്ലാം ഈ സംഭവ സ്ഥലത്തുണ്ട്. പക്ഷേ ആനക്കുട്ടിയെ രക്ഷിക്കാനുള്ളതിൽ ഒരു പ്രതിസന്ധി നേരിടുന്നത് സമീപത്ത് കാട്ടാനക്കൂട്ടം നിലയുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ കിണറ്റിൽ അകപ്പെട്ടു പോയ കാട്ടാനക്കുട്ടിയെ രക്ഷിക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. കാരണം ഒരു കൂട്ടം കാട്ടാനകൾ ആ സമീപ പ്രദേശത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അത് ചെറിയൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇവർ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രകോപനമായി വരികയോ ഈ നാട്ടുകാരെയോ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയോ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാട്ടാനക്കുട്ടിയെ രക്ഷിക്കാനുള്ളൊരു
ശ്രമം ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ഈ കാട്ടാന കൂട്ടത്തെ കാട് കയറ്റാനുള്ള അല്ലെങ്കിൽ ഈ സമീപ പ്രദേശത്ത് നിന്നും ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള തുരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഉടൻ തന്നെ ഈ കാട്ടാനക്കുട്ടിയെ രക്ഷിക്കാനുള്ളൊരു ശ്രമം ഇവിടെ ആരംഭിക്കുകയും ചെയ്യും. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയായിരുന്നു ഈ റബ്ബർ തോട്ടത്തിന് നടുക്കായിരുന്നു ഒരു കിണറുള്ളത്. ആ കിണറിൽ അത്യാവശ്യം ആഴമുള്ള ഒരു കിണറാണ്, നല്ല രീതിയിൽ വെള്ളമുള്ള അവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കിണർ കൂടിയാണ്. 1 മണിയോടുകൂടി സമീപ പ്രദേശത്തുള്ള, അതായത് ഈ റബ്ബർ തോട്ടത്തിന്റെ തന്നെ അരികിലായിട്ട് ഒരു വീടുണ്ട്. ആ വീട്ടിലെ ഗൃഹനാഥനാണ് ഇത്തരത്തിൽ 1 മണിയോടുകൂടി ഒരു ശബ്ദം കേൾക്കുകയും പിന്നെ കാട്ടാനകളുടെ ഒരു ഓട്ടവും അലർച്ചയും ഒക്കെ കേട്ടതാണ് ഇയാൾക്കൊരു സംശയമുണ്ടാക്കി സമീപത്തുള്ളവരെയൊക്കെ വിളിച്ചു ചേർത്ത ശേഷം ഈ നാട്ടുകാരെല്ലാരും കൂടി ഈ ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു നീങ്ങിയത്. ആ സമയത്താണ് ഒരു കൂട്ടം കാട്ടാനകൾ അവിടെ നിൽക്കുന്നതും ഇവരെ കണ്ടതോടുകൂടി ലൈറ്റൊക്കെ കണ്ടതോടുകൂടി ഓടുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് ഇവർ നടത്തിയ പരിശോധനയിൽ ഈ വലിയൊരു ശബ്ദം കേട്ടു. അതെന്താണെന്നുള്ള പരിശോധനയിലാണ് ഈ കിണറ്റിൽ കാട്ടാനക്കുട്ടി അകപ്പെട്ടു പോയെന്ന് ഇവർക്ക് മനസ്സിലായത്. ഉടൻ തന്നെ വനപാലകരെയും ഒപ്പം പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു. പക്ഷേ പുലർച്ചെ ആയതിനാൽ ലൈറ്റ് ഒന്നും ഇല്ലാത്തതിനാൽ അവർക്ക് ആ സമയത്ത് ഇവരെ രക്ഷിക്കാനുള്ള ഒരു തടസ്സം നേരിട്ടു. അതിനുശേഷം പുലർച്ചെ ഒരു 6-7 മണിയോട് കൂടി ഇവർ ആ സമീപ പ്രദേശങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഈ കാട്ടാനക്കൂട്ടങ്ങൾ അവിടെ തന്നെ നിലയുറച്ചിരിക്കുന്നതായി ഇവർക്ക് മനസ്സിലായത്. ആ സമയത്ത് ഈ കാട്ടാനക്കുട്ടിയുടെ അടുത്തേക്ക് പോകുവാനോ ആ കിണറ്റിന് സമീപത്തേക്ക് പോകുവാനോ എന്നും ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം ആ കാട്ടാനക്കൂട്ടങ്ങൾ അല്പം ഇവരെ ആക്രമിക്കാനുള്ള ഒരു രീതിയിലേക്കായിരുന്നു നിന്നത്. അതിൽ ഇവർക്ക് ചെറിയൊരു പേടി തോന്നിയിരുന്നു. അതിനുശേഷമാണ് ഇവരെ ഈ കാട്ടാനക്കൂട്ടത്തെ ഓടിച്ചതിന് ശേഷം ഈ കുട്ടിയാനയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഇവർ കടക്കുന്നത്. അഭിലാഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മലയാറ്റൂർ ഭാഗത്ത് നിരന്തരം ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമീപത്തെ ഒരു അമ്പലത്തിലെ മതില് ഈ കാട്ടാനക്കൂട്ടങ്ങൾ നശിപ്പിച്ചതൊക്കെ വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ പലതവണ പരാതി നൽകിയിട്ട് പോലും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരേക്കും അധികൃതർക്ക് ആയിട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഈ പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട്. കാരണം നിരന്തരം ശല്യമാണ്. ഇവരുടെ റബ്ബർ തോട്ടങ്ങൾ അല്ലെങ്കിൽ വാഴത്തോട്ടങ്ങളൊക്കെ ഇവർ കയറി ഇറങ്ങി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം. വീടുകളിലൊക്കെ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഇവരുടെ ഈ കൂട്ടത്തോടെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളൊരു പരാതി പലതവണ ഈ പ്രദേശവാസികൾ ഉയർത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണണമെന്നൊരു ആവശ്യം കൂടി ഇതിനോടൊപ്പം അവർ ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാട്ടാനക്കൂട്ടത്തെ എത്രയും വേഗം തുരത്തിയാൽ മാത്രമേ ഈ കുട്ടിയാനയെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്പം വെള്ളം ഉയരുന്ന ഒരു കിണർ കൂടിയാണ്. അവിടെ നിരന്തരം വെള്ളം എടുക്കുന്ന ഈ റബ്ബറിനൊക്കെ നനയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീട് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിണർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല വെള്ളം അവിടെ ഉണ്ട്. അത് ചെറിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിൽ പോലും എത്രയും വേഗം ഈ കാട്ടാനക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അഭിലാഷ്, റൈറ്റ്, അതാണ് കാട്ടാനക്കൂട്ടം പരിസര പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് എപ്പോഴാണ് ആരംഭിക്കാൻ സാധിക്കുക എന്നത് അറിയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ആനകൾ കൂട്ടമായി സമൂഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽപ്പെട്ട ഒന്നിനെ നഷ്ടപ്പെടുമ്പോൾ അവർ അവിടെ തന്നെ നിലയുറപ്പിക്കും. അത് പ്രത്യേകിച്ച് ആനക്കുട്ടിയാകുമ്പോൾ അതിൻ്റെ അമ്മ ഉൾപ്പെടെ ആ പ്രദേശത്ത് നിന്ന് പോകാൻ മടി കാണിക്കുന്ന സാഹചര്യമുണ്ടാകും. അതാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി. നവമി, നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ ന്യൂസ് ട്രെൻഡ്സിൽ അടക്കം നൽകാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് ഇന്ന് നിർണായക ദിനം ആണ് എന്നുള്ളതാണ്. SFIU അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതിയാണ് ഇന്ന് വിധി പറയുന്നത്. ഉച്ചയ്ക്ക് 2:30 വിധി പറയുക. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടത്തുന്നതിനെയാണ് എക്സാലോജിക്ക് ചോദ്യം ചെയ്തിട്ടുള്ളത്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഇതുമായി ബന്ധപ്പെട്ട കോടതി തീരുമാനം എന്തു തന്നെയായാലും അത് രാഷ്ട്രീയമായി വലിയ ചർച്ചയാകും. വീണയ്ക്ക് തിരിച്ചടിയാണെങ്കിലും ആശ്വാസമാണെങ്കിലും. തീർച്ചയായും അഭിലാഷ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിന്റെ വിധി ഈ ഹർജി തള്ളുകയാണെങ്കിൽ അത് സർക്കാരിനും ഒപ്പം തന്നെ LDFനും ഒപ്പം തന്നെ വീണ വിജയനും
വലിയൊരു തിരിച്ചടിയായിരിക്കും. കാരണം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ അറസ്റ്റിലേക്കുള്ള സാധ്യതയൊക്കെ പോവുകയാണെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടാക്കുക. ഒപ്പം വീണ വിജയനും മുഖ്യമന്ത്രിക്കും അത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം 2:30 കർണാടക ഹൈക്കോടതി വീണ വിജയൻ നൽകിയ ഹർജി പരിഗണിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട എക്സാലോജിക്ക് ഉന്നയിച്ച ആരോപണങ്ങൾ, അതായത് ഒരേ മന്ത്രാലയത്തിന് കീഴിലുള്ള 2 അന്വേഷണം, ROCയുടെയും SFIയുടെയും 2 അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ശരിയായ രീതിയിലല്ല. കാരണം ഒരേ അന്വേഷണമാണ്, ഒരേ കമ്പനിക്കെതിരെ 2 തരത്തിലുള്ള അന്വേഷണം നടത്തുന്നത് ശരിയല്ല, അത് നിയമപരമായി തെറ്റാണ്. അങ്ങനെയെങ്കിൽ ഈ SFIയുടെ അന്വേഷണം നിലനിൽക്കില്ല. കാരണം ROCയുടെ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്, രേഖകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്. ഒപ്പം ഏത് വിധത്തിലുള്ള അന്വേഷണവും നേരിടാനും സഹകരിക്കാനും തയ്യാറാണ്. അതുകൊണ്ട് SFIയുടെ അന്വേഷണം അവസാനിപ്പിക്കണമെന്നൊരാവശ്യമാണ് കഴിഞ്ഞ ദിവസവും എക്സാലോജി കോടതിയിൽ ഉന്നയിച്ചത്, വാദിച്ചത്. അതേസമയം SFIO പറയുന്ന വാദം ഇപ്രകാരമാണ്. കാരണം ROCയുടെ അന്വേഷണം നടക്കുമ്പോൾ തന്നെയായിരുന്നു SFIയുടെ അന്വേഷണവും ആരംഭിച്ചത്. ആ സമയത്ത് തന്നെ ROCയുടെ അന്വേഷണം സ്വാഭാവികമായും റദ്ദാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നീട് ഈ കേസ് അന്വേഷിക്കുന്നത് SFIO ആയിരിക്കും. അതോടൊപ്പം പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ, അതായത് ഈ ROCയുടെ അന്വേഷണത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചട്ടലംഘനം അല്ലെങ്കിൽ ഈ കുറ്റം ചെയ്തിട്ടുണ്ട്, അതായത് യാതൊരു മാസപ്പടി വിവാദം, അതായത് മാസപ്പടി നൽകിയിട്ടുണ്ട്, അതായത് CMRLന്റെ കമ്പനി എക്സാലോജിക്കിന് വേണ്ടിയിട്ടുള്ള പണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായി തെറ്റാണ്, അല്ലെങ്കിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ROC കണ്ടെത്തിയതാണ്. ഇത് ഉള്ള സാഹചര്യത്തിൽ തന്നെയാണ് SFIയുടെ അന്വേഷണവും നടക്കുന്നത്. നവമി, വീണ്ടും മറ്റു ചില കോടതി വാർത്തകൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തറയിലെ കഴിഞ്ഞ ദിവസമുണ്ടായ പടക്കശാലയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇരകൾ കോടതിയെ സമീപിക്കുന്നുണ്ട്. ആ വാർത്തയുടെ വിശദാംശവും നവമി തന്നെ നൽകും. അതോടൊപ്പം തന്നെ മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയിട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. ED സമൻസ് ചോദ്യം ചെയ്ത മുൻ ധനമന്ത്രി നൽകിയിട്ടുള്ള ഹർജിയാണ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഇടവേള. സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചത്. പ്രധാനമന്ത്രി മോദി ഇന്ന് ഹരിയാനയിലെ റവാരി സന്ദർശിക്കും. 9750 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും നിർവഹിക്കും. ഗുരുഗ്രാം മെട്രോ റെയിൽ, റവാരി എയിംസ് എന്നീ പദ്ധതികളുടെ തറക്കല്ലിടുന്നതിനോടൊപ്പം കുരുക്ഷേത്രയിലെ ജ്യോതിസറിൽ പുതുതായി നിർമ്മിച്ച അനുഭവ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ഉത്തർപ്രദേശിൽ പ്രവേശിക്കും. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും യാത്രയിൽ പങ്കുചേരും. വാരാണസിയിലൂടെയാണ് യാത്ര സംസ്ഥാനത്തേക്ക് കടക്കുന്നത്. പടിഞ്ഞാറൻ ജില്ലകൾ ഒഴിവാക്കി. സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി നീട്ടി. 205 തസ്തികകൾക്കാണ് 1 വർഷം കൂടി മന്ത്രിസഭായോഗം തുടർച്ചാനുമതി നൽകിയത്. പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷനാണ് നീട്ടിയത്. VD സതീശനും K സുധാകരനും നയിക്കുന്ന സമരാഗ്നി യാത്ര ഇന്നും മലപ്പുറത്ത് പര്യടനം തുടരും. കോൺഗ്രസ് കേന്ദ്ര നേതാക്കളായ സൽമാൻ ഖുർഷിദ്, മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം യാത്രയ്ക്ക് അരീക്കോടും മലപ്പുറത്തും സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ. ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ഇന്ന്. സെൻട്രൽ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ബന്ദ്. ബന്ദ് കേരളത്തെ ബാധിക്കില്ല. ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട്. കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ 3ാം ചർച്ചയും പരാജയപ്പെട്ടു. താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ. എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. പാർട്ടി മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലെയും പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തയ്യാറാക്കിയേക്കും.
തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപിക്ക് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് കുമ്മനം രാജശേഖരൻ. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയും തലസ്ഥാന മണ്ഡലത്തിൽ വരില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനസമ്മതിയുള്ള നേതാവായിരിക്കും രംഗത്തിറങ്ങുകയെന്നും കുമ്മനം രാജശേഖരൻ. വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയ്ക്കായുള്ള തെരച്ചിൽ വിഫലമായി തുടരുന്നു. ബേലൂർ മഗ്ന ദൌത്യത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ നിന്നുള്ള വനപാലക സംഘവും വയനാട്ടിലെത്തി. അതിനിടെ ദൌത്യത്തിനായി പ്രത്യേക അധികാരങ്ങളോട് കൂടിയ ഉദ്യോഗസ്ഥരും CCF റാങ്കിലുള്ള ഓഫീസറെയും നിയമിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. SFIU അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക കോടതി ഇന്ന് വിധി പറയും. ഉച്ചയ്ക്ക് 2:30-നാണ് വിധി പറയുക. SFIU അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു. അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞ കോടതി അന്വേഷണവുമായി സഹകരിക്കണമെന്ന് വീണ വിജയന് നിർദ്ദേശവും നൽകി. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ തൃപ്പൂണിത്തുറയിൽ പടക്കശേഖരം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. ദുരന്തത്തിന് ഇരയായവരാണ് ഹർജി നൽകുക. മജിസ്ട്രേറിയൽ അന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥലം സന്ദർശിച്ച സബ് കളക്ടർ അന്വേഷണ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഏത് നിലയിലുള്ള ഒരു ഹർജിയാണ് ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്നത്? എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇതിൽ പ്രധാനമായും ഹർജിക്കാർ ഉന്നയിക്കുന്നത്? അഭിലാഷ്, തൃപ്പൂണിത്തുറയിലുണ്ടായ സ്ഫോടനത്തിന്റെ ആ ഒരു ആഘാതത്തിൽ നിന്നും അവർ ഇപ്പോഴും മുക്തരായിട്ടില്ല. കാരണം അത്ര വലിയ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അവിടെ ഉണ്ടായത്. ഇതിൽ പ്രധാനപ്പെട്ട ഹർജി ഇവർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ പറയുന്നത് ഈ ഒരു നഷ്ടപരിഹാരം, അതായത് 4 വീട് പൂർണ്ണമായും 40ഓളം വീടുകൾ ഭാഗികമായും നശിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, അതായത് ഇത്രയും വേഗം ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ നിയോഗിച്ച് ഇവിടെ ശരിയായ രീതിയിലുള്ളൊരു നിരീക്ഷണം നടത്തി ഒരു റിപ്പോർട്ട് നൽകണം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം തങ്ങൾക്ക് നേടിത്തരണം എന്നൊരു ആവശ്യമാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വരാപ്പുഴ സ്ഫോടനവുമായി ബന്ധപ്പെട്ട്, അതായത് വരാപ്പുഴ സ്ഫോടനം നടന്നു 1 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും പലർക്കും ഭൂരിഭാഗം ആളുകൾക്കും നഷ്ടപരിഹാരം നൽകിയില്ല എന്നുള്ളൊരു ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. അവരുടെയൊക്കെ പരാതിയൊക്കെ ഇവർക്കും ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. സർക്കാരിന്റെ അല്ലെങ്കിൽ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനൊക്കെ കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ വിലയിരുത്തി മേൽനോട്ടം നടത്തി ഇവർക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരത്തിന്റെ കണക്കുകളൊക്കെ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും എത്രയും വേഗം തങ്ങളുടെ വീട് ശരിയാക്കി അവിടെ താമസയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ പണം ലഭിക്കുന്നതിന് എത്രയും വേഗം ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ തീർച്ചയായും ന്യായമായ ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന നിലയിൽ കോടതി എന്തു പറയുന്നു എന്ന് നമുക്ക് കേൾക്കാം. ഈ വർഷത്തെ മഹാരാഷ്ട്രീയൻ ഓഫ് ദി ഇയർ പുരസ്കാരം റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ഡയറക്ടർ ഇഷ അംബാനിക്ക് മാധ്യമ സ്ഥാപനമായ ലോക്മത് ആണ് ഇന്ത്യ ബിസിനസ് വുമൺ അവാർഡ് ഏർപ്പെടുത്തിയത്. പുരസ്കാര നേട്ടം റിലയൻസ് കുടുംബത്തിന് സമർപ്പിക്കുന്നു എന്ന് ഇഷ അംബാനി പറഞ്ഞു. റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡ്, റിലയൻസ് ഫൗണ്ടേഷൻ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളുടെ ഭാഗമാണ് ഇഷ അംബാനി. പുതിയ തലമുറയിലെ മികച്ച ബിസിനസ് നേതാക്കളുടെ ടൈംസ് മാഗസിന്റെ 100 പേരുടെ പട്ടികയിലും ഇഷ അംബാനി ഉൾപ്പെട്ടിരുന്നു. വാർത്താരംഭത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഫുട്ബോൾ നെഞ്ചേറ്റുന്നവരാണ് മലയാളികൾ എന്ന്. ഇന്ന് ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഇറങ്ങിയാണ്. ചെന്നൈയിൻ FC ആണ് എതിരാളികൾ. രണ്ടും നമ്മുടെ ടീമാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കണം എന്ന് തന്നെയാണ് മലയാളികളുടെ ആഗ്രഹം. ആ വിജയം ഇന്ന് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഹർജി നൽകും. ദുരന്തത്തിന് ഇരയായവരാണ് ഹർജി നൽകുക. വെവ്വേറെ ഹർജികളാണ് നൽകുക. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. ED സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഗവർണർക്കെതിരെ തൃശൂരിൽ കരിങ്കൊടി കാട്ടിയവരെ മർദ്ദിച്ച 2 BJP പ്രവർത്തകർ അറസ്റ്റിൽ.
ചേറ്റുവ സ്വദേശി വിനീത്, ഏങ്ങണ്ടിയൂർ സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത്. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഗവർണർ. ഒരു വശത്ത് SFIക്കാരുടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറയുകയും മറുവശത്ത് തനിക്ക് സുരക്ഷയൊരുക്കാനും പറയുകയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് പറ്റുന്ന പണി നാടക കമ്പനി നടത്തലാണെന്ന് ഗവർണർ പരിഹസിച്ചു. വയനാട് പുൽപ്പള്ളി സുരഭിക്കവലയിൽ കണ്ട കടുവയെ പിടികൂടണം എന്ന ആവശ്യം ശക്തമാക്കി നാട്ടുകാർ. കടുവയുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. പ്രദേശത്തെത്തിയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞു. വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ ജില്ലയിലെ MLA-മാരുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ യോഗം വിലയിരുത്തി. വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ജനങ്ങൾ മരണഭീതിയിൽ കഴിയുമ്പോൾ വയനാട്ടുകാരെ പരിഹസിക്കുന്ന വനം മന്ത്രിയുടെ നിലപാട് അപമാനകരമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. തൽസ്ഥാനത്ത് തുടരാൻ AK ശശീന്ദ്രൻ അർഹനല്ലെന്നാരോപിച്ച് വനം മന്ത്രിയുടെ കോലം കത്തിച്ചു. സപ്ലൈകോ മുഖേന വിതരണം ചെയ്യുന്ന 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കാൻ അനുമതി നൽകി മന്ത്രിസഭ. പൊതുവിപണിയിലേതിന്റെ 35% സബ്സിഡി നൽകുന്ന തരത്തിലാണ് വിലകൾ പുതുക്കി നിശ്ചയിച്ചത്. 2014 ഒടുവിൽ സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചത്. പ്രധാനമന്ത്രി മോദി ഇന്ന് ഹരിയാനയിലെ റവാരി സന്ദർശിക്കും. 9750 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും നിർവഹിക്കും. ഗുരുഗ്രാം മെട്രോ റെയിൽ, റവാരി എയിംസ് എന്നീ പദ്ധതികളുടെ തറക്കല്ലിടുന്നതിനോടൊപ്പം കുരുക്ഷേത്രയിലെ ജ്യോതിസറിൽ പുതുതായി നിർമ്മിച്ച അനുഭവ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ഉത്തർപ്രദേശിൽ പ്രവേശിക്കും. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും യാത്രയിൽ പങ്കുചേരും. വാരാണസിയിലൂടെയാണ് യാത്ര സംസ്ഥാനത്തേക്ക് കടക്കുന്നത്. പടിഞ്ഞാറൻ ജില്ലകൾ ഒഴിവാക്കി. സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി നീട്ടി. 205 തസ്തികകൾക്കാണ് 1 വർഷം കൂടി മന്ത്രിസഭായോഗം തുടർച്ചാനുമതി നൽകിയത്. പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷനാണ് നീട്ടിയത്. VD സതീശനും K സുധാകരനും നയിക്കുന്ന സമരാഗ്നി യാത്ര ഇന്നും മലപ്പുറത്ത് പര്യടനം തുടരും. കോൺഗ്രസ് കേന്ദ്ര നേതാക്കളായ സൽമാൻ ഖുർഷിദ്, മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം യാത്രയ്ക്ക് അരീക്കോടും മലപ്പുറത്തും സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ. ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ഇന്ന്. സെൻട്രൽ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ബന്ദ്. ബന്ദ് കേരളത്തെ ബാധിക്കില്ല. ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട്. കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ 3ാം ചർച്ചയും പരാജയപ്പെട്ടു. താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ. എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. പാർട്ടി മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലെയും പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തയ്യാറാക്കിയേക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് കുമ്മനം രാജശേഖരൻ.